കടൽ വിഴുങ്ങുന്ന ചരിത്രമാണിത്. രോഹിംഗ്യൻ വംശഹത്യയുടെയും മരണയാത്രകളുടെയും അറിയ കഥകളാണിത്. നാട്, വീട്, ബന്ധുക്കൾ, മാതൃരാജ്യം, ഇതൊക്കെ ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ തിരിച്ചറിയലുകളാണ്. എന്നാൽ ഇതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട് ജനിച്ച മണ്ണിൽ അപരിചിതരായി പൗരത്വമില്ലാതെ നാടോടികളെന്ന് മുദ്ര കുത്തപ്പെട്ട ഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന ഒരു ജനതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് സ്വന്തം പേര് ചോർത്തിക്കളയപ്പെട്ട രോഹിംഗ്യകളാണ് അവർ. ജന്മനാട്ടിൽ വംശഹത്യ, അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണി, ഒടുവിൽ രക്ഷപ്പെടാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ അനന്തമായ കടലിന്റെ ഗർത്തങ്ങളിലേക്ക് ആണ്ടുപോകുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും. അടുത്തിടെ ആൻഡമാൻ കടലിലും ബംഗാൾ ഉൾക്കടലിലും നടന്ന ബോട്ട് ദുരന്തങ്ങൾ കേവലം അപകടങ്ങളല്ല, മറിച്ച് ലോക മനസാക്ഷിക്ക് മുന്നിൽ ചോരയിട്ട് വീഴുന്ന ചോദ്യചിഹ്നങ്ങളാണ്. എന്താണ് രോഹിംഗ്യകളുടെ യഥാർത്ഥ ചരിത്രം? അവർക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ന് മ്യാൻമാർ സർക്കാർ അനധികൃത കുടിയേറ്റക്കാർ എന്ന് വിളിക്കുന്ന രോഹിംഗ്യകൾ ഇന്നോ ഇന്നലെയോ അവിടെ എത്തിയവരല്ല. 8-ാം നൂറ്റാണ്ട് മുതൽ മ്യാൻമറിലെ അരാക്കാൻ, അതായത് ഇന്നത്തെ റാഖൈൻ മേഖലയിൽ ജീവിച്ചു വന്നിരുന്ന അറബ്, പേർഷ്യൻ, ബംഗാളി വ്യാപാരികളുടെയും പ്രാദേശിക ജനവിഭാഗങ്ങളുടെയും പിന്തുടർച്ചക്കാരാണ് രോഹിംഗ്യകൾ. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ബ്രിട്ടീഷ് ഭരണകാലത്ത് ബംഗാളിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ അരാക്കാനിലേക്ക് വരികയും കൃഷിയിൽ പങ്കാളികളാകുകയും ചെയ്തു. എന്നാൽ 1948-ൽ ബർമ്മ സ്വതന്ത്രമായതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. 1982-ൽ മ്യാൻമാർ സൈനിക ഭരണകൂടം കൊണ്ടുവന്ന പൗരത്വ നിയമമാണ് രോഹിംഗ്യകളുടെ ജീവിതം തകർത്തത്. 1823 മുമ്പ് അവിടെ സ്ഥിരതാമസമാക്കിയതിൻ്റെ തെളിവ് ചോദിച്ചുകൊണ്ട് മ്യാൻമറിലെ 135 ഔദ്യോഗിക വംശീയ വിഭാഗങ്ങളിൽ നിന്ന് രോഹിംഗ്യകളെ ഭരണകൂടം പൂർണ്ണമായി ഒഴിവാക്കി. സ്വന്തം മണ്ണിൽ അവരെ എന്നേക്കുമായി രാജ്യമില്ലാത്ത മനുഷ്യരായി മാറ്റി നിർത്തപ്പെട്ടു. 2017 ഓഗസ്റ്റ് 25, അന്ന് ലോകത്തെ ഏറ്റവും ഭയാനകമായ വംശഹത്യകളിലൊന്നിന് ലോകം സാക്ഷ്യം വഹിച്ചു. ക്ലിയറൻസ് ഓപ്പറേഷൻ എന്ന പേരിൽ മ്യാൻമാർ സൈന്യവും ചില പ്രാദേശിക വിഭാഗങ്ങളും ചേർന്ന് രോഹിംഗ്യൻ ഗ്രാമങ്ങൾ ഓരോന്നായി ചുട്ടുചാമ്പലാക്കി. ആ കൂട്ടക്കൊലയിൽ 5000-ത്തിലധികം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് സ്ത്രീകൾ അതിക്രൂരമായ കൂട്ടമാനഭംഗത്തിന് ഇരയായി. പിഞ്ചു കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരുടെ കൺമുന്നിൽ കൊല ചെയ്യപ്പെട്ടു. ജീവൻ കയ്യിൽ പിടിച്ച 7,40,000 ആളുകളാണ് ആഴ്ചകളോളം കാടുകളും പുഴകളും താണ്ടി അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്ക് ഓടിക്കയറിയത്. ബംഗ്ലാദേശിലെ കോക്സ് ബസാർ എന്ന സ്ഥലം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പാണ്. പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൊച്ചു കൂരകളിൽ 10 ലക്ഷത്തിലധികം മനുഷ്യരാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. ക്യാമ്പുകളിലെ പട്ടിണിയും രോഗങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ഭയവും രോഹിംഗ്യകളെ മറ്റൊരു ദുരന്തത്തിലേക്ക് തള്ളിയിട്ടു. എന്തും സഹിക്കാം, പക്ഷേ ഈ നരകത്തിൽ ജീവിക്കാനാകില്ലെന്ന് ഉറപ്പിച്ചവർ കയ്യിലുള്ള അവസാന സമ്പാദ്യവും മനുഷ്യക്കടത്തുകാർക്ക് നൽകി ബോട്ടുകളിൽ കയറിപ്പറ്റി. ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും മലേഷ്യയിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ ഉള്ള കടൽ യാത്ര ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ കുടിയേറ്റ പാതയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും 400-ലധികം രോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ബോട്ടുകൾ മുങ്ങി മരിച്ചത്. ഇതിൽ പകുതിയിലധികവും സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമായിരുന്നു. ആഴ്ചകളോളം എഞ്ചിൻ തകരാറിലായി കടലിൽ ഒഴുകി നടന്ന ബോട്ടുകളിൽ കുടിവെള്ളവും ഭക്ഷണവുമില്ലാതെ പട്ടിണി കിടന്നാണ് പലരും മരിച്ചത്. ഒടുവിൽ മൃതദേഹങ്ങൾ കടലിലേക്ക് തള്ളേണ്ടി വന്ന ദയനീയാവസ്ഥയും ആ ഹതഭാഗ്യർക്കുണ്ടായി. സ്വന്തം കരയിൽ ഇടമില്ല. ചെന്നെത്തുന്ന രാജ്യങ്ങൾ പുഷ് ബാക്ക് ചെയ്ത് തിരികെ കടലിലേക്ക് തള്ളുന്നു. വിശാലമായ ഈ ലോകത്ത് ഇവർക്ക് കരയണയാൻ ഒരു കഷണം മണ്ണ് പോലുമില്ലേ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഈ ദയനീയാവസ്ഥയോട് ആഗോള സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും ഗൗരവമായി കാണണം. അന്താരാഷ്ട്ര നീതിപീഠത്തിൽ മ്യാൻമറിനെതിരെ വംശഹത്യയ്ക്ക് കേസ് നടക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായി എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഒരു മാറ്റവും ഉണ്ടായില്ല. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസികൾക്ക് നൽകി വന്ന സാമ്പത്തിക സഹായങ്ങൾ ലോകരാജ്യങ്ങൾ വെട്ടിക്കുറച്ചു. ഇത് ക്യാമ്പുകളിലെ റേഷൻ പോലും പകുതിയാക്കാൻ ഇടയാക്കി. ഇന്തോനേഷ്യയിലെ ജനങ്ങൾ ആദ്യം അഭയാർത്ഥികളെ സ്വീകരിച്ചെങ്കിലും പിന്നീട് പ്രാദേശിക എതിർപ്പുകൾ കാരണം അതിർത്തികൾ അടച്ചു. ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കാരണം പല വൻ ശക്തികളും മ്യാൻമാർ ഭരണകൂടത്തിനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ മടിക്കുന്നുണ്ട്. ഒരു വശത്ത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്ന ലോകം, മറുവശത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ കടലിൽ മുങ്ങിത്താഴുമ്പോഴും നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ളത് എത്രത്തോളം വിരോധാഭാസമാണ്. രോഹിംഗ്യകളുടെ പ്രശ്നം കേവലം ഒരു മതത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ പ്രശ്നമല്ല. അത് ഈ ലോകത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പരീക്ഷണമാണ്. ജനിച്ച നാട്ടിൽ പൗരത്വമില്ല, അഭയം തേടിയ നാട്ടിൽ അവകാശങ്ങളില്ല, യാത്ര ചെയ്യുന്ന കടലിൽ സുരക്ഷയില്ല. മനുഷ്യനായി ജനിച്ചു എന്നത് മാത്രമാണ് അവർ ചെയ്ത കുറ്റം. ഓരോ തവണ കടലിൽ ഒരു ബോട്ട് മുങ്ങുമ്പോഴും താഴുന്നത് ഏതാനും മനുഷ്യ ശരീരങ്ങളല്ല,
അത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആഗോള മനുഷ്യാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും മൃതദേഹങ്ങളാണ്. രോഹിംഗ്യകൾക്ക് പുനരധിവാസവും സുരക്ഷിതമായ തിരിച്ചുപോക്കും മനുഷ്യരെന്ന പരിഗണനയും നൽകാൻ ലോകരാജ്യങ്ങൾ എന്ന് ഉണർന്ന് പ്രവർത്തിക്കും എന്ന ചോദ്യം ആശങ്കയുണ്ടാക്കുന്നതാണ്.